പ്രൈസ് ദി ലോർഡ്. ദൈവാതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിലെ ഒരു ചെറിയ ധ്യാനത്തിനായി ദൈവം നമുക്ക് തന്ന ഈ വചനത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവ് പറയുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് അതിന്റെ തൊട്ട് താഴെ പറയുകയാണ്. 1, നിങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കണം ദൈവത്തിന്റെ ജനം. 2, നിങ്ങൾ ആർപ്പിടണം. 3, നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കണം. നമ്മൾ ഈ 3 വാക്കുകളും കാണുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഇത് 3 ഒരുപോലെ ഒരു അനുഭവമായിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മളത് ചിന്തിച്ചു പോകും. പക്ഷെ 3ന്റെയും അർത്ഥം വ്യത്യസ്തമാണ്. 1 ഘോഷിക്കുക, 2 ആർപ്പിടുക, സന്തോഷിച്ചുല്ലസിക്കുക. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ചെയ്യേണ്ടതായ 3 കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഘോഷിക്കേണ്ടതും ആർപ്പിടേണ്ടതും സന്തോഷിക്കേണ്ടതൊക്കെ? എന്താ കാരണം? എന്താ? യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി. ഒരു ദൈവ പൈതൽ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ഒരു ദൈവ പൈതൽ എന്തുകൊണ്ടാണ് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടും പ്രാർത്ഥന മുടങ്ങാത്തത്? എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? അല്ലേ? വചനമൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുന്നത്, ആദിമ സഭയ്ക്കൊക്കെ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ദൈവദാസന്മാർ ഒരുപാട് കഷ്ടതയിൽ കൂടെ കടന്നു പോയത്. പക്ഷേ ആ കഷ്ടതയുടെ നടുവിലും അവരുടെ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ സഭയുടെ വളർച്ചയ്ക്കോ ഒന്നും ഒരു കുറവും സംഭവിച്ചില്ല. കാരണം അവർ അത്രയധികം സന്തോഷിപ്പാനും ആർപ്പിടാനും ഒക്കെയുള്ള കാരണം 1, യഹോവ അവരുടെ ന്യായവിധി മാറ്റി എന്നുള്ള ഉത്തമ ബോധമാണ്. പാപക്ഷമ ലഭിച്ച ദൈവ പൈതലിന് സന്തോഷിപ്പാനുള്ള വകയുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവിനൊരു നിത്യരക്ഷ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? രക്ഷിക്കപ്പെട്ട ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു ദൈവപൈതലിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവന് സന്തോഷിക്കാനേ പറ്റൂ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ. സ്തോത്രം. അതിന്റെ അർത്ഥം പ്രയാസമില്ലെന്നും പ്രതികൂലമില്ലെന്നും ഒക്കെ ഒന്നുമല്ല. യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു പദം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടുവീൻ. കാരണം എന്താ? ഞാൻ നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ യജമാനൻ, നിങ്ങളുടെ ഇടയൻ, ഈ ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കണോ? നമ്മൾ തളർന്നിരിക്കണോ? ഭാരപ്പെട്ടിരിക്കണോ? അതെ, ഇവിടെ പറയുന്നു, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി. 2, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശത്രുക്കളെ ഒക്കെ നീക്കുന്നത് ദൈവമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ ശത്രു നമുക്ക് ജഡരക്തങ്ങളോടും വാഴ്ചകളോടും, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരൊന്നും അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുക്കള്. ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം പൈശാചിക ശക്തികളുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുന്ന ശക്തികളുണ്ട്. ആരാധിക്കുന്നവനെ തകർക്കുന്ന ശക്തികളുണ്ട്. ഈ ശക്തികളൊക്കെ ഓരോരുത്തരുടെ മേൽ കയറിയിട്ടാണ് ആ വ്യക്തികളെ കൊണ്ട് നമുക്കെതിരായിട്ട് പലതും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ തകർത്തവൻ ദൈവമാണ്. ഫറവോനെ സൈന്യത്തെയും വെള്ളത്തിനകത്ത് ചെങ്കടലിനകത്ത് മുക്കി കൊന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ശത്രുക്കളെ തകർത്ത്
നമ്മുടെ ന്യായവിധികളെ മാറ്റി നൽകിയ ദൈവത്തെ ഓർത്ത് നമുക്ക് ഇന്ന് പകൽക്കാലം സന്തോഷിക്കാം. നമുക്ക് ദുഃഖിക്കാൻ ഒന്നുമില്ലെന്ന്. സ്തോത്രം. ദുഃഖിക്കാൻ ഓർത്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ ദുഃഖങ്ങളെക്കാൾ അധികമായി സന്തോഷം ദൈവം തന്നിട്ടുണ്ട്. അതിനെ പറയുന്നുണ്ട്, സന്തോഷത്തിന്റെ പരിപൂർണത ദൈവത്തിന്റെ പാദമെടുത്ത് സന്നദ്ധയിൽ ഉണ്ടെന്ന്. യേശുവിനെ അറിഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേതിലെ ഇന്ന് പകൽക്കാലം നമ്മൾ സന്തോഷിക്കുക. നമ്മൾ കരഞ്ഞിരിക്കേണ്ടവരല്ലെന്ന്. അതെ, ആദിമ പിതാക്കന്മാരൊക്കെ പൗലോസ് പത്രോസൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവരവിടെ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവർ ആ പ്രതികൂലത്തിന് നടുവിൽ അവർ പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ചു. സുവിശേഷത്തിന് വിരോധമായി സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കാനോ കഴിയാത്തതിന്റെ ശത്രുക്കൾ വലവരിച്ച് നമ്മെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മൾ തളർന്നു പോകുകയല്ല. മുട്ടൽമേലിന് ആത്മശക്തി പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന ശത്രുക്കളെ ദൈവം നീക്കിക്കോളും. നമ്മുടെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റും. നമ്മുടെ ഇല്ലായ്മകളെ ദൈവം മാറ്റും. നമ്മുടെ കട്ടതകളെ ദൈവം മാറ്റും. നിന്റെ ശോധനകളെ ദൈവം മാറ്റും. നിന്റെ തളർച്ചകളെ ദൈവം മാറ്റും. നിന്റെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റും. നിന്റെ കുടുംബത്തിനകത്തെ അസമാധാനം ദൈവം മാറ്റും. നിന്റെ ശരീരത്തിനകത്ത് നീ അനുഭവിക്കുന്ന രോഗത്തെ ദൈവം മാറ്റും. നിന്റെ കടഭാരത്തെ ദൈവം മാറ്റും. നിന്റെ പാപബന്ധ ദൈവം അഴിക്കും. നീ അനുഭവിക്കുന്ന സകല കട്ടതകളും നഷ്ടങ്ങളും വേദനകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറപ്പെടാൻ പോകുക. വിശ്വസീര്, അതേ, സന്തോഷീര്. ഇവിടെ പറയുന്നു, അതേ, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ആർപ്പിടുക, സന്തോഷിച്ചുല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതൊരു വാക്കുകൂടെ അവർ പറയുന്നുണ്ട്, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേയിരിക്കുന്നു. ദൈവം എവിടെയാണ്? നമ്മുടെ മധ്യം ഉണ്ടെന്ന്. നമ്മെ തകർക്കുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. നമ്മെ ഇല്ലാതാക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ഈ വചനം കേട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അടങ്ങിയിരിക്കേണ്ടവരല്ല, ഒതുങ്ങിപ്പോകേണ്ടവരല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നിങ്ങൾ യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകുക. യുദ്ധവീരനായി ജയാളിയായി നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. സിംഹത്തിന്റെ വായടച്ച് തന്റെ ഭക്തന്മാരെ വിടുവിച്ച തീയുടെ ശക്തിയെ കെടുത്തി തന്റെ ഭക്തന്മാരെ വിടുവിച്ച അതേ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുന്നു. അതുകൊണ്ട് സന്തോഷിക്കുക, ആനന്ദിക്കുക, ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുക. അതേ, നമ്മളെ പരിഹസിക്കുന്നവർ, നമുക്കെതിരായി കുറ്റം പറയുന്നവർ, അവരത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കുറ്റം പറയുന്നവരൊക്കെ അവിടെ നിന്ന് പറയട്ടെ. നമ്മളെ വേദനിപ്പിക്കുന്നവരിൽ നിന്ന് വേദനിപ്പിക്കട്ടെ. പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ശത്രുക്കളെ ആ കർത്താവ് ദൈവം ഇല്ലാതാക്കുന്നു. ഈ പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാണ്.